CJP പ്രൊട്ടസ്റ്റിലെ നമ്മുടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നരനായാട്ടിനെ പറ്റിയിട്ടാണ് ധ്രുവറാത്തി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോയുടെ ഡയറക്റ്റ് ട്രാൻസ്ലേഷനിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്. നിങ്ങൾ എന്തൊരു പോലീസാണ്, എന്ത് പോലീസാണ് നിങ്ങൾ? ആളുകളെ തല്ലുന്നു, വസ്ത്രങ്ങൾ പിടിച്ച് വലിക്കുന്നു. ഹേയ്, അത് കീറി യൂണിഫോം ഇട്ടതുകൊണ്ട് ആളുകളെ തല്ലുകയാണോ? നിങ്ങളുടെ അഹങ്കാരം കാണിക്കുകയാണോ? ഈ രാജ്യത്തെ സൂക്ഷിച്ചു നോക്കണം, അല്ലെങ്കിൽ 75 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വിവരമില്ലാത്തവൻ ഇതിനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് മാറ്റിക്കളയും. ജൂലൈ 20 രാവിലെ 4:40 ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന ചിലർ ചുറ്റുമുള്ള അന്തരീക്ഷം ഒന്ന് കാണാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് തൊട്ടടുത്തുള്ള വഴിയോരത്ത് തകർന്ന ഒരു വാൻ പെട്ടെന്ന് നിർത്തിയിട്ടിരിക്കുന്നത് അവർ കണ്ടത്. ഈ വാൻ മുമ്പ് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വം ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതായിട്ട് തോന്നിപ്പിച്ചിരുന്നു. മറുവശത്ത് ജന്തർ മന്ദറിന് തൊട്ട് വെളിയിൽ ചില കല്ലുകൾ നിറഞ്ഞ ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നതും അവർ കണ്ടു. സഹോദര, നിങ്ങൾ ഈ കാണുന്ന വണ്ടിയിൽ കല്ലുകളും ഇഷ്ടികകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇതെല്ലാം രാത്രിയിൽ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഘട്ടം വരെ ഈ സമരം തുടങ്ങിയിട്ട് 20 ദിവസത്തിലേറെയായി. ഇതെല്ലാം 100% അക്രമരഹിതവും സമാധാനപരവുമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള സംസദ് മാർഗിന് സമീപം ചില്ലുകൾ തകർന്ന് ചുളുങ്ങിയ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, ഈ പ്രദേശത്ത് വാഹനങ്ങൾക്ക് അനുമതിയില്ല. പോലീസ് ഈ റോഡ് 4 പാടും അടച്ചിട്ടിരിക്കും ചെയ്തിട്ടുണ്ട്. അതായത് പോലീസ് അനുമതിയില്ലാതെ പെട്ടെന്ന് ഇത്തരം വാഹനങ്ങൾ ഇവിടെ എത്തുക അസാധ്യമാണ്. വിവരമുള്ള ആളുകൾക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ വണ്ടിക്ക് മുകളിൽ ചില പ്രതിഷേധക്കാർ ഒരു കുറിപ്പ് എഴുതി വെച്ചു. ഇതിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്: സമരത്തെ അപകീർത്തിപ്പെടുത്താൻ ഭരണകൂടം മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വെച്ചതാണിത്. ഇന്ന് രാത്രി തന്നെ കൂട്ടുകാരെ, ഡൽഹി പോലീസ് ജന്തർ മന്ദറിലെ എല്ലാ മെറ്റൽ ഡിറ്റക്ടറുകളും സുരക്ഷാ പരിശോധനകളും നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, ഡൽഹി പോലീസ് എല്ലാ പരിശോധനകളും നിർത്തിവെച്ച് മെറ്റൽ ഡിറ്റക്ടറുകളിൽ പരിശോധനയൊന്നുമില്ലാതെ എല്ലാം തുറന്നു കിടത്തി ഇട്ടിരിക്കുകയാണ്. ജനങ്ങൾ വെറുതെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്തത് വളരെ വിചിത്രമായിരുന്നു. കാരണം അടുത്ത ദിവസം രാവിലെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കുകയായിരുന്നു. ഇനിയും കൂടുതൽ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂട്ടുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇതിനു പിന്നിൽ ക്രൂരമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. പരിശോധനയൊന്നുമില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അടുത്ത ദിവസം രാവിലെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഒരു ഏകാധിപത്യ സർക്കാർ സ്വന്തം അധികാരം നിലനിർത്താൻ ജനാധിപത്യത്തിന്റെ കഴുത്ത് നെരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. സർക്കാർ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കെതിരെ സ്വയം യുദ്ധം പ്രഖ്യാപിച്ചു. അകത്ത് വെച്ച് ഇനിയും തല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇത് നോക്കൂ, ഇതാണ് ജനാധിപത്യം. ഞങ്ങളുടെ വിശുദ്ധവും പങ്കുവെക്കപ്പെട്ടതുമായിട്ടുള്ള മൂല്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയപ്പെടുന്നു. സമരത്തിന്റെ തുടക്കവും അതിന്റെ പശ്ചാത്തലം, രാജ്യത്തെ യുവാക്കളും ജനങ്ങളും നേരെ ആക്രമണം നടത്തിയത് എങ്ങനെയെന്നും അതിന്റെ പ്ലാൻ ചെയ്തത് എങ്ങനെയെന്നും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് അല്പം പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 2026 ജൂൺ 20 ആയിരുന്നു ആ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയത്. ഒരൊറ്റ ആവശ്യം മാത്രമായിരുന്നു: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. 1,51,051 മെഡിക്കൽ സീറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് 1,88,000 മെഡിക്കൽ സീറ്റുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട്. സീറ്റുകൾ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കാനോ നീറ്റ് പരീക്ഷ ചോർത്താനോ ഉള്ള ധൈര്യം ആരും ഇനി കാണിക്കില്ല. ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷം 2028 സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ജന്തർ മന്ദറിലെത്തുകയും ഈ വിഷയത്തിൽ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ഭാരത് മാതാ കി ജയ്. നിരാഹാര സമരം വളരെ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോയത്. പോലീസിന് ഇതിൽ യാതൊരു എതിർപ്പും ഇല്ലായിരുന്നു. സത്യത്തിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങളും നടക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. സമരത്തിന്റെ ആദ്യ 17 ദിവസങ്ങളിൽ സോനം വാങ്ചുക്കിന്റെ ഭാരം ഏകദേശം 8 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പതുക്കെ സോഷ്യൽ മീഡിയ വഴി സോനം വാങ്ചുക്കിന്റെ ചിത്രങ്ങൾ വീഡിയോകളും വൈറലാവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അവശനില കണ്ട് ജനങ്ങൾക്ക് മനസ്സ് തകർന്നു. അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് രാജ്യത്തുടനീളം ശബ്ദങ്ങൾ ഉയരാനും തുടങ്ങി. ഇവിടെയാണ് ഈ സമയത്ത് ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അതായത് 2026 ജൂലൈ 17 ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെട്ടെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ചയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയുണ്ടായിരുന്നത്. ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഏതാനും മാസങ്ങൾക്കകം 2027 ഏപ്രിലിലായിരുന്നു അദ്ദേഹം വിരമിക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഉടനടി നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടായിരുന്നു? ആക്രമണങ്ങൾ ഒന്നുമില്ലാത്ത സമരം ഇത്രയും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതിലും ജനപിന്തുണ ഏറി വരുന്നതിലും അമിത്ഷാ അടക്കമുള്ള എല്ലാവരും അസ്വസ്ഥരായിക്കൊണ്ടിരുന്നു.
അദ്ദേഹം അതിനു പകരം ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന IPS ഓഫീസർ അനുരാഗ് കുമാറിനെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചു. 2026 ജൂലൈ 18 രാവിലെ 6:30 ജന്തർ മന്ദറിൽ ആളുകൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് അഭിജിത്ത് DK അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ കുളിക്കാൻ പോയ സമയത്ത് ഡസൻ കണക്കിന് പോലീസുകാരും RIF ഭടന്മാരും ചേർന്ന് സ്റ്റേജിൽ കയറി സിനിമാറ്റിക് സ്റ്റൈലിൽ വെളുത്ത ഷീറ്റ് കൊണ്ട് മൂടി സോനം വാങ്ചുക്കിനെ ആംബുലൻസിൽ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തെ ബലമായി പിടിച്ച് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സമരത്തിന് 21-ാം ദിവസം ഡൽഹി പോലീസ് സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയിട്ട് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. മുൻ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഘോഷിനെ മാറ്റിയത് ഇത് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു കൊണ്ടാണെന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. സമരത്തിന്റെ പ്രധാന മുഖം മാറ്റിയാൽ പ്രതിഷേധക്കാരുടെ ധൈര്യം ചോർന്നു പോകുമെന്ന് ഒരുപക്ഷെ സർക്കാർ പ്രതീക്ഷിച്ചിരിക്കാം. ധൈര്യം ചോർന്നോ ഇല്ലയോ എന്ന് ജൂലൈ 20 അറിയാമായിരുന്നു. ജൂലൈ 20 ക്രമീകരണങ്ങളും ഉപരോധങ്ങളും. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ജൂലൈ 19 രാത്രിയിൽ ഡൽഹിയിൽ വൻ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വൈകുന്നേരം 7 മണിക്ക് DCP ന്യൂഡൽഹിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് വന്നു. ഡൽഹി പോലീസ് BNSS സെക്ഷൻ 163 നടപ്പിലാക്കിയെന്നായിരുന്നു അത്. അതനുസരിച്ച് 5-ൽ കൂടുതൽ ആളുകൾ ഒരിടത്ത് ഒത്തുകൂടാൻ പാടില്ലായിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ഇത്തരം മാർച്ചുകളുടെ ഭാഗമാകരുത് എന്ന് പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി വിദ്യാർത്ഥികളെ തടയാൻ 10 അടി ഉയരമുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ആദ്യ 3 ലെയർ ബാരിക്കേഡുകളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ആ ബാരിക്കേഡുകൾ വെൽഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് വെക്കുകയും ചെയ്തു. ഇതിനു പുറമെ ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയാതിരിക്കാൻ ഈ പ്രദേശത്തുടനീളം കമ്മ്യൂണിക്കേഷൻ ജാമറുകൾ സ്ഥാപിച്ചു. അകത്തു നിന്നുള്ള വീഡിയോ ചിത്രീകരണം പുറത്തു വരാതിരിക്കാൻ സെൻട്രൽ ഡൽഹിയിലെ 150 സ്ഥലങ്ങളിൽ ഇന്റർനെറ്റും വിച്ഛേദിച്ചു. ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താൻ 4 പാടും പ്ലാൻ സജ്ജമാക്കിയിരുന്നു. മഴ പെയ്തെങ്കിലും ജനക്കൂട്ടം കുറഞ്ഞില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മെട്രോ വഴി എത്തിച്ചേർന്നു. രാവിലെ 9 മണി മുതൽ ഡൽഹി മെട്രോയിൽ പ്രഖ്യാപനം വന്നു. സുരക്ഷാ കാരണങ്ങൾ 5 മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നു. ജൻപത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാ തീർത്ത്, ഈ 5 സ്റ്റേഷനുകളും മാർച്ചിന്റെ വഴിയിലുള്ള ആയിരുന്നു. അതായത് ആളുകൾക്ക് ജന്തർ മന്ദറിലേക്ക് എത്തേണ്ട സമയത്ത് തന്നെ അങ്ങോട്ടുള്ള എല്ലാ വഴികളും അടച്ചു. വലിയ ജനക്കൂട്ടം അകത്ത് തടഞ്ഞു വെക്കപ്പെട്ടു. ആളുകൾ മെട്രോ സ്റ്റേഷനുകളിൽ തന്നെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ്. ക്ഷമ നശിച്ചപ്പോൾ ആളുകൾ മെട്രോ സ്റ്റേഷൻ ബാരിയറുകൾ ചാടിക്കടന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. ആളുകളുടെ വീര്യം വളരെ ശക്തമായിരുന്നു. 10 മണിയോടെ ബാരിക്കേഡുകൾ തകർക്കാനും തുടങ്ങി. സർക്കാരിൻ്റെ ഈ തയ്യാറെടുപ്പുകളെല്ലാം 2 മണിക്കൂറിൽ നിശ്ചലമായി. എവിടെ വെച്ച് പോലീസിന്റെ മനോഭാവവും മാറി. 10:51 മാണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ജന്തർ മന്ദറിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെട്ടെന്ന് ലാത്തി വീശി. മാർച്ചിൽ പങ്കെടുക്കാൻ വന്നവരായിരുന്നു അവർ. എന്നാൽ സമരസ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ അനാവശ്യമായി തല്ലിച്ചതച്ച് 11:05 സഫ്ദർജംഗ് ആശുപത്രിയിൽ വെച്ച് സോനം വാങ്ചുക് ഹോസ്പിറ്റൽ ഡയറക്ടർക്ക് ഒരു കത്ത് എഴുതുകയും ചെയ്തു. ഇന്ന് എനിക്ക് പൂർണ്ണ ആരോഗ്യം തോന്നുന്നുണ്ടെന്നും മാർച്ചിൽ പങ്കെടുക്കാൻ ആശുപത്രിയിൽ നിന്നും പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അതിനുള്ള അനുമതി നൽകിയില്ല. അപ്പോഴേക്കും ജനക്കൂട്ടം ലക്ഷങ്ങളായിട്ട് ഉയർന്നിരുന്നു. ആളുകൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. മറുപടി വഴി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് കുറഞ്ഞത് 25 കണ്ണീർ വാതക ഷെല്ലുകളെങ്കിലും തൊടുത്തുവിട്ടു. ഇവർ പ്രതിഷേധക്കാരാണ്. ഇവർക്ക് നേരെ തുടർച്ചയായി കണ്ണീർ വാതകം പ്രയോഗിക്കുകയാണ്. ആളുകളെ തടയാൻ മാത്രമല്ല, വെറുതെ നിൽക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം എറിഞ്ഞതായിട്ട് പല വീഡിയോകളും നമുക്ക് കാണാം. ഈ വീഡിയോ നോക്കൂ. ശാന്തമായി ഇരിക്കുകയായിരുന്ന വിദ്യാർത്ഥി സംഘത്തിന് നേരെ കണ്ണീർ വാതകം എറിഞ്ഞു. ഏകദേശം 12:30 പോലീസ് ITO വികാസ് മാർഗ് ബ്ലോക്ക് ചെയ്തു. കിഴക്കൻ ഡൽഹിയിലെ പാർലമെന്റ് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായിരുന്നു ഇത്. തൊട്ടു പിന്നാലെ സംസദ് മാർഗിലൂടെ പാർലമെന്റിലേക്ക് നീങ്ങുകയായിരുന്ന പ്രതിഷേധക്കാരെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടഞ്ഞ് അവർക്ക് നേരെയും ലാത്തി ചാർജ് നടത്തി. യൂട്യൂബർ ഷ്യാം മീർ സിംഗ് ഇവിടെ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആളുകൾ എത്ര ക്രൂരമായിട്ടാണ് തല്ലി ചതയ്ക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ വ്യക്തമായിട്ടുണ്ട്. കണ്ണീർവാതക ഷെല്ലുകൾ എറിയുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു. ഇവിടെ വലിയൊരു കലാപ അന്തരീക്ഷമാണ്. നോക്കൂ, ഇതാണോ കണ്ണീർ വാതകം? നടന്നുകൊണ്ടു പോകുന്ന സാധാരണക്കാരെ പോലും അവർ തല്ലുന്നു സഹോദര. ഇതിനിടയിൽ പാർലമെന്റ് ഗേറ്റുകൾ അടച്ചു. ഉച്ചയ്ക്ക് 1:30 റാഫി മാർക്കിൽ നിന്നും പ്രതിഷേധക്കാരെ കസ്റ്റഡിയിൽ എടുത്തു തുടങ്ങി. വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും ഓടിച്ചപ്പോൾ അവർ ഇന്ത്യ ഗേറ്റിന്റെ പൂന്തോട്ടത്തിലെ സമീപത്തേക്കും അതുപോലെ തന്നെ പോലീസ് അവിടെ നിന്നും പുൽത്തകിടികളുടെ ബൈക്കുകളും വാനുകളും ഓടിച്ചു കയറ്റി. തുടർന്ന് വിദ്യാർത്ഥികൾ പ്രസ് ക്ലബിലും റേസിംഗ് റോഡിലും കുത്തിയിരുന്നു. എങ്കിലും ചില പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ തൊട്ടടുത്തെത്തി. ഈ സമയത്താണ് സുരക്ഷാ സേന വെടിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഭയാനകമായിട്ടുള്ള വീഡിയോകളും പുറത്തു വന്നത്. ഒരു ജാലിയൻ വാലാബാഗ് രംഗം പോലെ, ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിടുന്ന പോലെ. ഇതേസമയം പാർലമെന്റ് കോംപ്ലക്സിനുള്ളിൽ വൻ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരുന്ന് ഗേറ്റുകൾ
പിടിച്ച് കയറി നിന്നു. ഇതിനിടയിൽ നരേന്ദ്രമോദി ഭയന്ന ഏകാധിപതിയെ പോലെ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ജന്തർ മന്ദിറിലേക്ക് വരുന്ന ആളുകളെ പോലീസ് തടഞ്ഞപ്പോൾ കനോട്ട് പ്ലേസിലും അതുപോലെ തന്നെ ജൻപന്തിലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കനോട്ട് പ്ലേസിലെ സെൻട്രൽ പാർക്കിൽ വിദ്യാർത്ഥികൾ ഡെമോക്രസി പോയിന്റ് ആയി പ്രഖ്യാപിക്കുകയും അവിടെ നിന്ന് മാറാൻ വിസമ്മതിക്കുകയും ചെയ്തു. യൂട്യൂബർ സാർത്ഥക് ഗോസ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് പോലീസ് ലാത്തി ചാർജ് നടത്തുകയും വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലെറുകയും ചെയ്തതായിട്ട് ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് പറഞ്ഞു. അവർ ലാത്തി ചാർജും കല്ലെറും നടത്തി. പോലീസുകാരുടെ യൂണിഫോമിൽ നെയിം ബോർഡുകളോ ബാഡ്ജുകളോ ഉണ്ടായിരുന്നില്ല. പോലീസുകാർ വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലെറിയുന്ന വീഡിയോകളും നമുക്ക് ലഭ്യമാണ്. സ്ത്രീകളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ആയുധങ്ങളില്ലാത്തവരെ തല്ലിച്ചതയ്ക്കുകയും വീഡിയോയിൽ നമുക്ക് കാണാം. ആളുകൾ സഹായിക്കാൻ വന്ന ഡോക്ടർമാരെ പോലും പോലീസ് വെറുതെ വിട്ടിട്ടില്ല. ഞങ്ങൾ സമാധാനപരമായി സഹായിക്കാൻ വന്നതാണ്. മുദ്രാവാക്യം വിളി പോലും ഇല്ലായിരുന്നു. നിങ്ങളെ ആരാ വിളിച്ചതെന്ന് ചോദിച്ച് അവർ ജൻപന്തിൽ വെച്ച് ഞങ്ങളെയും തല്ലി. ഒരു പോലീസുകാരൻ ഒരു കുട്ടിയുടെ കഴുത്തിൽ ഏറെ നേരം ഞെരിച്ച് പിടിച്ചു. ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യം ഇവിടെ നിയോഗിക്കപ്പെട്ട പോലീസുകാരുടെ യൂണിഫോമിൽ നെയിം പ്ലേറ്റുകൾ ഇല്ലായിരുന്നു എന്നതാണ്. നിങ്ങൾ നെയിം പ്ലേറ്റ് എവിടെയാണ്? ദയവായി മറുപടി പറയൂ. സർക്കാർ കലാപ നിയന്ത്രണ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പോലും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് തല്ലിയ പോലീസുകാർ തോർത്തുപയോഗിച്ച് മുഖം മറച്ചിരുന്നു. ഭീകരവാദികളെപ്പോലെ അവർ പെരുമാറിയിരുന്നത്. ഇതിനു പുറമെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച ചിലർ പോലീസിനൊപ്പം ആളുകളെ തല്ലി ചതയ്ക്കുന്നതും കാണാമായിരുന്നു. യൂട്യൂബർ സമീത് ഭട്ടായി ഇതിനെക്കുറിച്ച് പോലീസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ തള്ളിമാറ്റി പോലീസ് മുന്നോട്ട് പോയി. നിങ്ങളുടെ ആളുകൾ എന്തുകൊണ്ടാണ് സാധാരണ വസ്ത്രങ്ങളിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നെയിം പ്ലേറ്റുകൾ ഇല്ലാത്തത്? ഇതൊക്കെ പറയൂ. ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഉച്ചയ്ക്ക് 3:30 പോലീസ് ജന്തർ മന്ദിറിൽ കടന്ന് അവിടുത്തെ എല്ലാ ആളുകളെയും ലാത്തി ചാർജ് തുടങ്ങി. ഷാം മീര സിംഗ് പറയുന്നത്, വിദ്യാർത്ഥികളെ ചെരുപ്പുകൾ പോലും അവിടെ ഉപേക്ഷിക്കപ്പെട്ട് വരും വിധമാണ് ഓടിച്ചത്. സോനം വാങ്ചുക്ക് 3 ആഴ്ചകളോളം നിരാഹാരം സമരം കിടന്ന് സ്റ്റേജ് പോലും പോലീസ് ദ്രുത നിമിഷത്തിൽ പൊളിച്ചു നീക്കിക്കളഞ്ഞു. ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരും യൂട്യൂബർമാർക്കു നേരെയും ആക്രമണം അവിടെ അഴിച്ചുവിട്ടു. യൂട്യൂബർ സർസത് ഗോസ്വാമിയെ സാധാരണ വസ്ത്രം ധരിച്ച ഒരാൾ തല്ലി താഴെയിടുന്നതും ലാത്തി കൊണ്ട് അടിക്കുകയും ചെയ്തു. കോളറിൽ പിടിച്ച് വലിച്ച് എറിഞ്ഞു. കയ്യിൽ വടിയുണ്ട്. ഗുണ്ടകളെ വിളിച്ച് സ്വയം ജനങ്ങളെ തല്ലുകയായിരുന്നു. സമീഷ് ഭട്ടായിക്ക് നേരെയും ലാത്തി വീശി, നിങ്ങൾ പുറകോട്ട് പോകൂ, അതാണ് നല്ലത്, നിങ്ങളല്ലേ എന്നെ തല്ലിയത്. ദിൽ ഹ്യൂമൻ ചാനൽ നടത്തുന്ന രമിത് വർമ്മയെ പോലീസ് തലക്കടിക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് ചോര ഒഴുകുന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. 5 മുതൽ 7 മിനിറ്റ് മുമ്പ് എൻ്റെ തല പൊട്ടി ചോരയിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടിട്ടും പോലീസുകാർ വീണ്ടും തലയ്ക്ക് അടിച്ചു. ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും സത്യം പുറത്തു കൊണ്ടുവരാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രൗണ്ട് റിപ്പോർട്ടർമാരെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പ്രധാന മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത്. ഇവരില്ലായിരുന്നെങ്കിൽ അന്ന് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചതിനാൽ ഈ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ജനശ്രദ്ധ തിരിക്കാൻ മോദി സർക്കാർ ചർച്ച നാടകവും കളിച്ചു. രാവിലെ 10:30 CJP വക്താവ് സൗരവ് ദാസിനെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയതായി വാർത്ത വരുന്നു. ആദ്യം സംസാരിക്കാൻ കലക്ടർ അയക്കാമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. പിന്നീട് കേന്ദ്ര സെക്രട്ടറിയെ അയക്കാമെന്നും അതിനുശേഷം സഹമന്ത്രിയെ കാണാമെന്നും വാഗ്ദാനം നൽകി. എന്നാൽ CJP ഇതെല്ലാം നിരസിച്ചു. പ്രധാനമന്ത്രിയെയോ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരെയോ മാത്രമേ കാണൂ എന്ന് അവർ വ്യക്തമാക്കി. ഒടുവിൽ ആരോഗ്യ മന്ത്രി JP നദ്ദയെ കാണാമെന്ന് സമ്മതിച്ചു. 2 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം 10 മിനിറ്റ് മാത്രം അദ്ദേഹം സംസാരിച്ചു. ആവശ്യങ്ങളിൽ ആഭ്യന്തരമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് വെറുമൊരു ശ്രദ്ധ തിരിക്കൽ മാത്രമായിരുന്നു. സമരം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നേതാക്കളെ മാറ്റി നിർത്തി പ്രതിഷേധക്കാരെ നേതൃത്വം ഇല്ലാതാക്കുന്നവരായി എന്നതായിരുന്നു ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം. ഈ അവസരം മുതലെടുത്ത് പോലീസ് എല്ലാവർക്കും നേരെ ലാത്തിച്ചാർജ് നടത്തുകയും തല്ലാനും തുടങ്ങുകയും ചെയ്തു. രാജ്യത്തെ തുണ്ടം തുണ്ടമാക്കാൻ നോക്കുന്നവരാണ് ഇന്ന് ജന്തർ മന്ദിറിൽ ഈ സമരം മീട്ടുന്നതെന്നും, എന്നാൽ സത്യം എന്തെന്നാൽ ഇത്രത്തോളം അടിച്ചമർത്താൻ നോക്കിയോ എത്രത്തോളം ജനങ്ങളുടെ ശബ്ദം ഉയർന്നു വന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് കണ്ട വിപ്ലവ വീര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ സമരം ഇപ്പോൾ ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലോട്ടും പടർന്നുകൊണ്ടിരിക്കുന്നു. ലക്നൗ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ UP പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. അലഹബാദിലും അഹമ്മദാബാദിലും മാർച്ചുകളും പ്രതിഷേധങ്ങളും നടക്കുന്നു. അഹമ്മദാബാദിൽ വിദ്യാർത്ഥികളെ തടഞ്ഞുവെച്ചു. കൊൽക്കത്തയിലും മുംബൈ ചൈത്രഭൂമിയിലും ബംഗളൂരുവിലും പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട്. ഗോവയിലും അരുണാചൽ പ്രദേശിലും വരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഏറ്റവും വലിയ കാര്യം, ഉച്ചയ്ക്ക് 3:30 ബലമായി ഒഴിപ്പിച്ച അതേ ജന്തർ മന്ദിറിലേക്ക് വൈകുന്നോടത്തോളം പ്രതിഷേധക്കാർ തിരിച്ചെത്താൻ തുടങ്ങി. തകർത്ത സ്റ്റേജ് അവർ തിരികെ കെട്ടിയുയർത്തി ലാത്തി കൊണ്ട് ജനക്കൂട്ടത്തെ ഓടിക്കാം. എന്നാൽ മനസ്സിലെ ആശയങ്ങളെയും വിപ്ലവ ശബ്ദങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു ലാത്തിക്ക് കഴിയുകയില്ല. പണ്ട് ഇന്ത്യക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയതുപോലെ ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിൽക്കുന്നത് വരും തലമുറയുടെ പ്രചോദനമായിട്ടാണ് കാണുന്നത്.
ജനാധിപത്യ രാജ്യത്തെ സർക്കാർ സ്വന്തം കുട്ടികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ലോകം കാണുന്നുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ പരീക്ഷ ചോർച്ച തടയണമെന്നും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി വേണമെന്നും മാത്രമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി മാത്രമാണ് യുവാക്കൾ ചോദിക്കുന്നത്. അതിനായി അവരെ കണ്ണീർവാതകം എറിഞ്ഞത്. പ്രധാനമന്ത്രിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു നരേന്ദ്രമോദി. കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്ന സർക്കാരിന് പതനം ഉറപ്പാണ്. അത് സമയത്തിൻ്റെ മാത്രം കാര്യമാണ്. കൂടുതൽ ഏകാധിപത്യം കാണിക്കരുത്, ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ. കാരണം ആക്രമണത്തിൻ്റെ അവസാനം ആർക്കും നല്ലതായിരിക്കില്ല. ചരിത്രത്തിൽ സ്വയം വലിയവരാണെന്ന് കരുതിയിട്ടുള്ള ഏകാധിപതികളെല്ലാം ഭയാനകമായിട്ടുള്ള അന്ത്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്ന കാര്യം, ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി മുതൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്ത ഗൂഢാലോചനകളും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഈ സമയം വരെ നടന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ധ്രുവരാട്ടി വിവരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം എപ്പം വേണമെങ്കിലും. അപ്പോൾ നിങ്ങൾ കാണുക എന്താണ് അവിടെ എക്സാക്ട്ലി നടന്നത്. BJP IT സെല്ലുകളും നമ്മുടെ കേരളത്തിലെ BJP IT സെല്ലുകളും പല രീതിയിലും ഇതിനെ വളച്ചൊടിച്ച് പല പ്രൊപ്പഗണ്ട ന്യൂസുകളും പുറത്തോട്ട് വിടുന്നുണ്ട്. BJP IT സെല്ലിൻ്റെ അനിൽ മാളവിയ പോലത്തെ ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഓൾമോസ്റ്റ് മാക്സിമം ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടാനുള്ള ഒരു വാർത്ത കൊടുത്തതായിട്ടുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകളുടെ അടുത്തോട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എപ്പം വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം. മാക്സിമം കണ്ട് മനസ്സിലാക്കുക അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.